നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിസിമ ഇനി നടക്കുമോ? ഇനിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നടക്കാൻ സാധ്യതയുണ്ടോ? അടുത്ത എഡിഷൻ ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് കാര്യം വ്യക്തമാവും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. യുവേഫ ഈ ഗെയിം സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടത്തണം എന്നുള്ള ഒരു വല്ലാത്ത താല്പര്യത്തിലായിരുന്നു. അർജൻറ്റീന അത് ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇവഞ്ച്വലി മാർച്ച് 31 ആണെങ്കിൽ അതെല്ലാം നടക്കും എന്ന രൂപത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മാർച്ച് 31 പറ്റൂല എന്ന് യുവേഫയും പറഞ്ഞു. പിന്നെ അവർ വേറൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയത് യുവേഫ മാർച്ച് 27 റോമിൽ വെച്ച് കളി നടത്താം എന്ന് പറഞ്ഞു. ഇത് ചിക്കി ടാപ്പിയ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ ചിക്കി ടാപ്പിയ, ക്ലോഡിയോ ടാപ്പിയ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ ഇവഞ്ച്വലി കളി ഇവിടെ നടത്തുന്നതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെയിം വാക്കുകൾ പറയാം. ലേറ്റർ ദി പോസിബിലിറ്റി ഓഫ് പ്ലേയിങ് അറ്റ് എ ന്യൂട്രൽ വെന്യൂ ഇൻ ഇറ്റലി ഓൺ മാർച്ച് 27 വാസ് പ്രസൻറ്റഡ്. അർജൻറ്റീന ആക്സെപ്റ്റഡ് ദി വെന്യൂ വിത്തൗട്ട് ഒബ്ജെക്ഷൻ, റിക്വസ്റ്റിംഗ് ഓൺലി ദി മാച്ച് ബി റീഷെഡ്യൂൾഡ് ഫോർ മാർച്ച് 31 എന്നാണ്. അതായത് 27-ാം തീയതി നിങ്ങൾക്ക് അങ്ങനെ ന്യൂട്രൽ വേണമെങ്കിൽ നമുക്ക് ഇറ്റലി നടത്താമെന്ന് യുവേഫ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ വേദിയൊക്കെ സമ്മതിച്ചു, എന്നാൽ 31-ാം തീയതി ആക്കണം എന്ന് പറഞ്ഞു. 31-ാം തീയതി പറ്റൂല എന്ന് യുവേഫ പറയുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ എന്തായി? RFEFനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 31 കളിക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനമെടുത്തു. അപ്പം അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ മാർച്ച് 27 കളിക്കാൻ പറ്റില്ല എന്ന് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷനും നിലപാടെടുത്തു. അപ്പോൾ അവിടെ ഉയർന്ന ചോദ്യം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് മാർച്ച് 31 പറ്റില്ല എന്ന് RFEF നിലപാടെടുത്തത്? അത് ബെർണാബ്യൂവിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അത് പറ്റില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? AFA മാർച്ച് 27 പറ്റില്ല എന്ന് AFA നിലപാടെടുത്തു. നോക്കുക, ഇത് വളരെ ഇമ്മീഡിയറ്റ് ഡേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. മാർച്ച് 28, 29, 30 ഒക്കെ നടത്താമായിരുന്നല്ലോ. അതൊന്നും പറ്റൂല എന്ന് എന്ത് തീരുമാനമെടുത്തു? സോ ആക്ച്വലി ഇവിടെ സംഭവിച്ച ഒരു ഹൊറിബിൾ പ്ലാനിങ് ആണ്. രണ്ട് ഭാഗത്തു നിന്നും ഹൊറിബിൾ പ്ലാനിങ് ആണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഈ കളി നടക്കണം എന്നുള്ള ഒരു വില്ലിങ്നെസ് വേണ്ട വിധത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഇത് അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈഗോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈഗോ വർക്കൗട്ട് ചെയ്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് കളി ബെർണാബ്യൂവിൽ ഏകപക്ഷീയമായിട്ട് അങ്ങ് തീരുമാനിക്കുന്ന യുവേഫ, കോൺമെബോളിനൊന്നും അറിയിക്കാതെ. ഇത് ഞങ്ങൾ അറിയുന്നത് മീഡിയയിലൂടെയാണ് എന്ന് അവർ പറയുന്നു, കോൺമെബോളും AFAയും. പിന്നെ അവസാനം കളി ക്യാൻസൽ ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം മീഡിയയിൽ, ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും കോൺമെബോളിനോട് ആദ്യം കൺഫേം ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ AFA അറിയിച്ചിട്ടൊന്നുമല്ല, അങ്ങ് ഇഷ്യൂ ചെയ്യുകയാണ് യുവേഫ ചെയ്തത്. എല്ലാ കുറ്റങ്ങളും അർജൻറ്റീനയുടെ മേൽച്ചാരിക്കൊണ്ട്. അപ്പോൾ ചിക്കി ടാപ്പിയുടെയും AFAയുടെയും തിരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ കളിക്കാൻ എപ്പോഴും റെഡിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും ചുരുക്കത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഈഗോ അവിടെ വർക്കൗട്ടായി. ഇത് ഒരു സൊല്യൂഷനും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അനാവശ്യമായിട്ടുള്ള വാശികൾ, 30-ാം തീയതി പറ്റും, 31-ാം തീയതി പറ്റൂല, 27-ാം തീയതി പറ്റൂല, ഇങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മൾ നാട്ടിലെന്തെങ്കിലും അല്ലേ പരിപാടികൾ ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. കല്യാണത്തിന് ഡേറ്റ് നോക്കുമ്പോൾ ചൊവ്വാഴ്ച പറ്റൂല, ചൊവ്വില്ലാത്ത ദിവസമാണെന്നൊക്കെ പറയും. അതുപോലെയൊക്കെയുള്ള പരിപാടിയാണ്. എന്നല്ലാതെ ഇതെന്തുകൊണ്ടാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള ഒരു പ്രശ്നമായിട്ട് കളിയില്ലാതെ കളി നടത്തുന്ന അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഖത്തറിലെ കളി ഉപേക്ഷിച്ചതോടുകൂടി ഖത്തറിൽ നിന്ന് കിട്ടുമായിരുന്ന ഭീമമായൊരു സംഖ്യയുണ്ട്, അത് കിട്ടുമായിരുന്നില്ല യൂറോപ്പിൽ നടത്തുമ്പോൾ. അതൊക്കെ ഇതിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു കളി കളിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ പലവട്ടം സ്കലോനിയൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ കളി നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നും വിചാരിച്ചിരുന്നു. ഫൈനലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ ലോകം അത്യധികം ആകാംക്ഷയോടെ ആവേശത്തോടു കൂടി കാത്തിരുന്ന ഫൈനലിസിം അങ്ങ് നശിപ്പിച്ച് കയ്യിൽ തന്നു. ഈഗോ പ്രശ്നം വർക്കൗട്ട് ആയതുകൊണ്ട് ഇത് സംഭവിച്ചതാണെങ്കിൽ ഇനി ഇത് ഭാവിയിൽ അടുത്ത എഡിഷൻ ഒന്നും ഉണ്ടാവുമെന്ന് കരുതുകയേ വേണ്ട. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ ഉണ്ടാവണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.